ഹലോ, എല്ലാവർക്കും ഫോങ്ക്ടൺ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ സ്കിന്നിന് ചേർന്ന ഒരു ഫേസ് ഓയിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ചോദിക്കും, എന്തിനാണ് നമ്മൾ ഈ ഫേസിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന്. ഈവൻ മുഖക്കുരു ഉള്ള ഫേസിന് പോലും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഓയിൽ മസാജ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഒരു ഏജ് കഴിയും തോറും നമുക്ക് നമ്മുടെ സ്കിന്നിന് പല പല പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. അത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അല്ലെങ്കിൽ അതിന് സൺലൈറ്റിൽ നിന്നുള്ള പ്രോപ്പറായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാതിരിക്കുക. പിന്നെ നമ്മൾ പല ടൈപ്പ് കോസ്മെറ്റിക്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ പ്രോബ്ലംസ്. അതുപോലെ ചിലവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖക്കുരു. അപ്പോൾ മുഖക്കുരു കളയാനായിട്ട് നമ്മൾ പൊതുവേ ചെയ്യുന്ന കാര്യമാണ് കംപ്ലീറ്റ് ഓയിൽ അവോയ്ഡ് ചെയ്യും. അപ്പോൾ എന്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം തന്നെ സിഗ്നൽ കൊടുക്കുകയാണ് ഓയിലില്ല എന്ന് കണ്ടറിഞ്ഞിട്ട് പിന്നെ ഓയിൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ മേലെ നമ്മൾ പലതും അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്തുണ്ടാവും, അത് ഇൻഫെക്ഷനായിട്ട് മാറും. അപ്പോൾ സ്കിന്നിൽ പല പല പ്രശ്നങ്ങൾ വരികയും ചെയ്യും. പിന്നെ ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിന് ഫേംനെസ് നഷ്ടപ്പെടും. അതുപോലെ പല സ്കാർസ്, അതുപോലെ ഗ്ലോ പോവും. ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ ഡെഡ് സ്കിന്ന് റിമൂവ് ചെയ്ത് പുതിയ സ്കിന്ന് വന്നാലേ ആ ഗ്ലോ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓയിൽ മസാജ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു ഫേസ് മസാജ് ഓയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാ ഗുണങ്ങളും ഒരെണ്ണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റണം. അതായത് വൈറ്റമിൻസ് വേണം, ക്ലെൻസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി വേണം, ഡെഡ് സ്കിന്ന് റിമൂവ് ചെയ്യണം, അതുപോലെ പുതിയ സ്കിന്ന് റീജനറേറ്റ് ചെയ്ത് പെട്ടെന്ന് വരുന്ന കേപ്പബിലിറ്റി ഉള്ള ടൈപ്പുള്ള ഓയിൽസ് വേണം. അതുപോലെ ആൻറ്റി ബാക്ടീരിയൽ ആയിരിക്കണം, പിന്നെ നോൺ കോമജനിക് ആയിരിക്കണം. ഒരിക്കലും അത് സ്കിന്നിൻ്റെ പോർസ് അടച്ചു കളയരുത്. അതുപോലെയുള്ള ഓയിലുകളായിരിക്കണം. ഇപ്പോൾ മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന ഓർഗാനിക് അല്ലാത്ത മിക്ക പ്രൊഡക്ട്സിൽ നമ്മൾ കാണുന്നത് മിനറൽ ഓയിൽസ് ആണ്. അതായത് അതൊരു പെട്രോളിയം ഉൽപ്പന്നമാണ്, നാച്ചുറൽ അല്ല. അപ്പോൾ അതിൻ്റെ സ്റ്റഡീസൊക്കെ കണ്ടക്ട് ചെയ്തപ്പോൾ പല പ്രശ്നങ്ങളും അത് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. പക്ഷേ പല പ്രൊഡക്ട്സിലും അത് യൂസ് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റെബിലിറ്റിയും അല്ലെങ്കിൽ കുറേ ദീർഘനാൾ അത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നത്, അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ അതിനുണ്ട്. പക്ഷേ നാച്ചുറൽ ഓയിൽസിൻ്റെ ഗുണങ്ങളൊന്നും അതിൽ നിന്ന് കിട്ടണമെന്നില്ല. ഇപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിലുള്ള ഒരു ഇതാണ്, ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല, നാച്ചുറൽ ഓയിൽസ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ മിനറൽ ഓയിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ അതൊരു പരിധി വരെ നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ പൊതുവേ നാട്ടിൽ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്ത് കണ്ടിരിക്കുന്നത്. വെളിച്ചെണ്ണ മാത്രമാകുമ്പോൾ അത് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുന്നു എന്നുള്ള സത്യം. പക്ഷേ എല്ലാ സ്കിന്നിനും അത് ചേരില്ല. മിക്ക സ്കിന്നിലും അത് മോക്കുരു കൊണ്ടുവരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പല വൈറ്റമിൻസും ഇതിലില്ല. അപ്പോൾ പല പല ടൈപ്പ് ഓയിലുകളുടെ മിക്സ് മാത്രമേ അതിൻ്റെ ഒരു ഫുൾ ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. നമ്മുടെ 100ൻ്റെ ഇത്രയും നമ്മൾ ചെയ്തു. ഇനി ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എത്രയാണോ നമ്മൾ 100 ഗ്രാമിൽ കണ്ടിരിക്കുന്നത് അത് ഇൻറ്റു എത്രയാണോ നമുക്ക് ചെയ്യേണ്ടത്. 25 ml ആണ് എനിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 25 ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. ഓക്കെ, ഈ G22 എന്ന് പറയുന്നത് ഫസ്റ്റ് ആ കോളാണ് പറയുന്നത്. അതായത് 50 ആണ് നമ്മൾ ഗ്രേപ്പ് സീഡ് ഓയിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ 50 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ നമുക്ക് അത് കിട്ടും. അതിൻ്റെ ടോട്ടൽ 25 ആയി. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു നോൺ കോമോജനിക് എന്നുണ്ട്. നോൺ കോമോജനിക് ഓയിലുകളാണ്, അതായത് നമ്മുടെ സ്കിന്നിൽ പോർസ് അടച്ചു കളയാത്ത ക്ലെൻസ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഓയിലുകളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഗ്രേപ്പ് സീഡ് ഓയിലാണ്. അത് സ്കിൻ ടൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ നമുക്കൊരു ഈവൻ ടോൺ കൊണ്ടുവരാനും, അതുപോലെ സ്കിന്നിന് ലൈറ്റ്, അതായത് ഡാർക്കായിട്ടൊക്കെ സൺ ടാൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ റിമൂവ് ചെയ്യാനും ആയിട്ട് പ്ലസ് നമുക്ക് ക്യാരറ്റിൻ്റെയും ബീറ്റ്റൂട്ടിൻ്റെയും കൂടി ഗുണങ്ങൾ ഇതിൻ്റെ കൂടെ കിട്ടും. നെക്സ്റ്റ് റോസ് ഹിപ്പ് ഓയിലാണ്. ഇതാണ് ഇതിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഓയിലാണിത്. അതിൽ വൈറ്റമിൻസ് A, C, E ഇതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള സ്കാർസ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ അഗ്നയ്ക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ് ഈ റോസിപ്പ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ സൺഫ്ലവർ സീഡ് ഓയിലാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഈ മുഖക്കുരു ഉണ്ടാവുന്നത് ലിനോളിക് ആൻഡ് ഒലിക് ആസിഡ് കുറവായതുകൊണ്ടാണ് പറയുന്നത്. അത് റിച്ച് ആയിട്ടുള്ള ഒരു ഓയിലാണ് ഈ സൺഫ്ലവർ ഓയിൽ എന്ന് പറഞ്ഞാൽ. സൺഫ്ലവർ ഓയിൽ ക്ലെൻസ് ചെയ്യാനും ഡെഡ് സ്കിന്ന് റിമൂവ് ചെയ്യാനും, അതുപോലെ കാസ്റ്റർ ഓയിൽ ആയാലും ഡെഡ് സ്കിന്ന് റിമൂവ് ചെയ്യാനും, അതുപോലെ തന്നെ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനായിട്ട്, അതുപോലെ അതിൽ റിസിനോളിക് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് സ്കിന്നിനെ സൂത്തൻ ചെയ്ത് നിർത്തുക. അതായത് ചിലർക്ക് സെൻസിറ്റീവ് അല്ലെങ്കിൽ ഇറിറ്റേഷനുള്ള സ്കിന്നൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ വളരെ നല്ലതാണ്. ടീ ട്രീ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. പക്ഷെ ഭയങ്കര ഒരു പഞ്ചൻ സ്മെല്ലാണ് അതിന്. അപ്പോൾ അത് ആൻറ്റി ബാക്ടീരിയലാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് മുഖക്കുരു ഉള്ളവർക്ക് ഒത്തിരി നല്ലതാണത്. അതുപോലെ നമ്മുടെ മുറിവുകൾക്ക് ഉണക്കാനായിട്ട്, ഡാൻഡ്രഫ് ഉള്ളവർക്ക് ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് ടീ ട്രീ ഓയിൽ. എസെൻഷ്യൽ ഓയിലുകൾ ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി മൈക്രോബിയൽ, അതുപോലെ തന്നെ ചെറിയൊരു നല്ലൊരു സ്മെല്ല് കിട്ടാനും ആൻറ്റി ഓക്സിഡൻസ് അവൈലബിൾ ആയിട്ടുള്ള മെയിനായിട്ടുള്ള എസെൻഷ്യൽ ഓയിലുകളാണ്. ഫോമുലായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതെല്ലാം കൂടി മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഉണ്ടാക്കുന്ന രീതി. യൂസ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഈവനിങ്ങിലാണ് നമ്മൾ ശരിക്കും ഫേസ് മസാജ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനും ഡേർട്ട് റിമൂവ് ചെയ്യാനൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളയുക.
എന്നിട്ട് വേണം നമ്മൾ ഏതെങ്കിലും ഹെർബൽ വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാനായിട്ട്. മറ്റ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഫേസ് വാഷുകളൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും സ്കിന്ന് ഡ്രൈ ആക്കുകയാണ് ചെയ്യുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് സ്ക്രബ്ബ്, നാച്ചുറൽ സ്ക്രബ്ബ് അതിൻ്റെ വീഡിയോയും പിന്നീട് ഇടാം. നാച്ചുറൽ സ്ക്രബ്സ് യൂസ് ചെയ്യുക. അതുപോലെ മോക്കുരുള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആഴ്ചയിൽ 3-4 പ്രാവശ്യം പറ്റുവാണെങ്കിൽ തന്നെ സ്റ്റീം വെച്ചിട്ട് എന്നിട്ട് ഈ ഓയിൽ ഒരു കോട്ടൺമ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഹെർബൽ വാഷ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുക. അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.